ഹലോ, ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ട്രാവൽ വ്ലോഗിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇപ്പം നമ്മൾ കുട്ടിക്കാനത്തായിരുന്നു. ഇപ്പം കയാക്കിങ്ങിനൊക്കെ പോയിട്ട് നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ നേരെ അവരുടെ ടീ ഫാക്ടറി കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമുക്ക് അവർ സ്ക്രീനിൽ അവരുടെ ടീ സ്റ്റോറിയെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരും. അതിനുശേഷമാണ് നമ്മൾ ഫാക്ടറിയിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ ഒരു പുള്ളിക്കാരിയാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പം സ്റ്റാർട്ടിങ് തൊട്ട് ഈ ഒരു ടീയുടെ പ്രോസസ്സിൻ്റെ എൻഡ് വരെ നമുക്ക് അവർ ഓരോ കാര്യങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഞങ്ങൾ പോയ ആ ഒരു ദിവസം സ്റ്റാർട്ടിങ് തൊട്ടുള്ള പ്രോസസ്സ് കാണാൻ പറ്റിയില്ല കേട്ടോ. എൻഡിങ് പ്രോസസ്സ് ആയിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ആ ഒരു തുടക്കം മുതലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ ഓരോ കാര്യങ്ങളായിട്ട് അവർ സ്റ്റാർട്ടിങ് തൊട്ട് ആ എൻഡിങ് വരെയുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എല്ലാം പറഞ്ഞു തന്നു. ഓരോ മെഷീൻ്റെയും പർപ്പസ് എന്താണ് എല്ലാം നമുക്ക് കൃത്യമായിട്ട് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതിപ്പോൾ ഏകദേശം ഒരു ഫൈനൽ പ്രോസസ്സിലേക്കുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് തൊട്ടുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. ഇത് വർക്കിംഗ് കണ്ടീഷനിലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് ടീ റെഡിയാക്കിയിട്ട് ഓരോ ബാഗിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ, കണ്ടോ? ഇതൊക്കെ ഏകദേശം ലാസ്റ്റ് പ്രോസസ്സാണ്. പിന്നെ ഇവിടെ കാണുന്നത് ടീ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ കടുപ്പവും ഗുണനിലവാരവും ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അവിടെ നടന്നത്. പിന്നെ നമുക്ക് ഇവരുടെ ടീ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കടുപ്പം കുറഞ്ഞത് മുതൽ കടുപ്പം കൂടിയത് വരെയുള്ള ടീ ഇവിടെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് കാണുന്നതാണ് അവരുടെ പ്രീമിയം ടീ, വൈറ്റ് ടീ എന്ന് പറയും. ഇതിന് തീരെ കടുപ്പമില്ലാത്ത ടൈപ്പാണ്. അപ്പോൾ നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മേടിക്കാം. അവരുടെ റിസപ്ഷനിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റിലും ഒക്കെ നമുക്കിത് മേടിക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ അവരുടെ പ്രീമിയം ടീ, വൈറ്റ് ടീയും പിന്നെ ഒരു മിക്സഡ് ഫ്രൂട്ട് ടീ, അങ്ങനെ 2 മേടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടീ ഫാക്ടറി ഒക്കെ വിസിറ്റ് ചെയ്തിട്ട് നേരെ റൂമിലേക്ക് പോയി റെഡിയായി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി. നമ്മൾ ചെക്കൗട്ട് ചെയ്യാണ് ഇന്ന്. അപ്പോൾ ഉച്ച സമയമാണ്. നമ്മൾ ഇവിടുന്ന് തന്നെ കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് മെനു ഒക്കെ നോക്കി നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. നമ്മളിനി നേരെ പോകാൻ പോകുന്നത് വാഗമണിലേക്കാണ്. അപ്പോൾ ഇവിടെ അടുത്താണ്. ഇപ്പോൾ ഒരു 23 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ വാഗമണ്ണും കൂടെ പോയിട്ട് അവിടെ കൂടെ സ്റ്റേ ചെയ്തിട്ടേ നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്തത് റൊട്ടി, അതും പിന്നെ ഒരു പനീറിൻ്റെ ഒരു ഡിഷ്, പിന്നെ കണ്ണൻ ഓർഡർ ചെയ്തത് മാക്ക് ആൻഡ് ചീസ് എന്ന് പറയുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മൾ ഗോബി മഞ്ചൂരിയൻ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ മെനു. നമ്മൾ കഴിച്ചിട്ട് നേരെ വാഗമണിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബസ്സുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇവിടെ കുറേ കോളേജുകൾ കണ്ടു. നമ്മുടെ കഴിഞ്ഞ വ്ലോഗിൻ്റെ വീഡിയോയുടെ താഴെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെയാണ് പഠിച്ചത് എന്നൊക്കെ. അപ്പോൾ നല്ല രസമാണ് ഈ ഒരു സ്ഥലത്ത് പഠിക്കാനൊക്കെ. നല്ല രസമായിരിക്കും. ഒരു ക്ലൈമറ്റ് ആണെങ്കിലും നല്ല പ്രകൃതി ഭംഗിയും നല്ല രസമായിരിക്കും. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു സമയമായപ്പോഴത്തേക്കും നല്ല കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവധി ദിവസമായതുകൊണ്ട് ഞങ്ങളിപ്പോൾ തിരിച്ചു പോകുമ്പോഴാണ് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം സത്യം പറഞ്ഞാൽ അന്ന് തീരെ തിരക്കുണ്ടായിരുന്നില്ല. എന്നാൽ അവധി ദിവസമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു സമയം. ഇപ്പം നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിതൊക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല ഗ്രീനറിയാണ്. അതുപോലെ തന്നെ കോടമഞ്ഞും കൂടെ ഉള്ള സമയത്താണ് ഇവിടെ ഏറ്റവും അടിപൊളി. അപ്പോൾ കുറച്ച് എന്താ പറയുക, സ്വസ്ഥമായിട്ട് ട്രിപ്പൊക്കെ വരാൻ ആഗ്രഹമുള്ളവർക്ക് പറ്റിയൊരു സ്ഥലമായിരിക്കും ഇത്. ഞങ്ങൾ പോകുന്ന വഴിക്ക് നല്ല സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ അവിടെ ഇറങ്ങി നല്ല ഗ്രീനറിയൊക്കെ കണ്ട് ആസ്വദിച്ച് ഇടയ്ക്ക് ഇറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത്.
നമ്മൾ പോകും തോറും മഞ്ഞിങ്ങനെ കൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എതിരെ വരുന്ന ആ ഒരു വിഷ്വല് തന്നെ പോകുന്ന രീതിയിലായിരുന്നു. കണ്ടില്ലേ, നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇന്ന് വാഗമണ്ണിലെ ഈ ഒരു ഹോട്ടലിലാണ് സ്റ്റേ ചെയ്യാൻ പോകുന്നത്. വാഗ നക്ഷത്ര സ്യൂട്ട്സ് എന്നാണ് ഈ ഒരു ഹോട്ടലിൻ്റെ പേര്. അപ്പോൾ ഇവിടെ ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ കണ്ണം വന്നപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് ഓടി. ഈ ഒരു ചെടി ഉണ്ടോ, നല്ല പേർപ്പിൾ കളറിലുള്ള പൂക്കളെല്ലാം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഇതാണ് അവരുടെ റിസപ്ഷൻ. അപ്പം നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഞങ്ങൾ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം അടിപൊളി റൂമാണ് കേട്ടോ. നല്ല സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു ലിവിങ് ഏരിയ ആണ്. ഇവിടെ 2 സോഫയും പിന്നെ കബോർഡ്സും പിന്നെ ഒരു ഓഫീസ് ടേബിളും ചെയറും ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ്റൂമായിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ്. ഇതാണ് ബെഡ്. അതിൻ്റെ പുറത്തേക്കൊരു ബാൽക്കണി ഉണ്ട്. പിന്നെ ഡ്രസ്സിങ് റൂം, ബാത്റൂം, അങ്ങനെ ഒരു വലിയൊരു ഏരിയയാണ്. നമുക്കിതിനെ ഹോട്ടൽ എന്ന് പറയാൻ പറ്റില്ല, ഒരു റിസോർട്ട് പോലെ തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അടിപൊളി റൂമായിരുന്നു. അപ്പോൾ ഇതാണ് ഡ്രസ്സിങ് റൂം. നല്ല നീളത്തിലുള്ളൊരു കണ്ണാടിയൊക്കെ ഉണ്ടായിരുന്നു. കബോർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ബാൽക്കണിയിൽ നിന്ന് വരുന്ന ഒരു വ്യൂ, അസാധ്യ വ്യൂ ആണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ബാത്റൂം. ഇപ്പം നമ്മൾ എന്താ പറയുക, ഷവർ ചെയ്യുന്നതും അതുപോലെ തന്നെ ടോയ്ലറ്റും രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അതാണ് ഇഷ്ടം കേട്ടോ. അപ്പം എനിക്ക് എപ്പോഴും ഞാൻ ഹോട്ടലിലൊക്കെ പോകുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും ഞാൻ നോക്കുന്നത് ബാത്റൂമാണ്. അപ്പം ബാത്റൂം നല്ല ക്ലീൻ ആയിട്ടുള്ള ബാത്റൂം ആണെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ബെഡ്റൂമിൻ്റെ പുറത്തേക്കുള്ള ഒരു ബാൽക്കണിയാണിത്. ഇവിടെ നിന്നുള്ള വ്യൂ അസാധ്യ വ്യൂ ആണ്. നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ബാൽക്കണിയാണ്. ഇതേ കണ്ടില്ലേ. അപ്പോൾ പുറത്തേക്കൊക്കെ നമുക്ക് ആ ഒരു നല്ലൊരു ഗ്രീനറിയും അതുപോലെ തന്നെ മഞ്ഞും ഒക്കെ നല്ല രീതിയിൽ കാണാൻ പറ്റും. ഇതാണ് ലിവിങ് ഏരിയ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സോഫയും അതുപോലെ തന്നെ ഒരു ഓഫീസ്, ഒരു ടേബിൾ, ചെയറൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വർക്കൊക്കെ വല്ലതും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചെയ്യാം. അപ്പോൾ ഇവിടുന്നും അതുപോലെ തന്നെ ബെഡ്റൂമിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്ക് ഇറങ്ങാൻ പറ്റും. ഒറ്റ ബാൽക്കണിയാണത്. ഇതേ കണ്ടില്ലേ, നല്ല വ്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു 2 days ഒക്കെ സ്റ്റേ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് നമുക്ക് 2 days കിട്ടിയില്ല. നമ്മൾ ഒരു ദിവസത്തേക്കാണ് എടുത്തത്. ഒരു ദിവസം ഫുള്ളൊന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ വൈകുന്നേരമാണ് എത്തിയത്. നൈറ്റും പിന്നെ നെക്സ്റ്റ് ഡേ ഉച്ചയ്ക്ക് നമുക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. അങ്ങനെയായിരുന്നു. അപ്പോൾ ഇവിടെ കോടമഞ്ഞ് ഇങ്ങനെ പറന്നിറങ്ങി വരുന്നത് കണ്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ആ ഒരു മഞ്ഞും ഒക്കെ വരുമ്പോഴത്തേക്കും സൂപ്പറായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടുത്തെ തന്നെ റെസ്റ്റോറൻറ്റിലാണ് കഴിക്കുന്നത്. ഇന്നലെ പിന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്കൊന്നും പോയൊന്നുമില്ല. അതിന് വേണ്ടിയിട്ടുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ജസ്റ്റ് പുറത്ത് തണുപ്പൊക്കെ ആസ്വദിച്ച് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് നടക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് പിന്നെ റൂമിലേക്ക് വരികയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ഔട്ടിങ് ടൈമിനേക്കാളും കുറച്ചുകൂടെ നേരത്തെ നമ്മൾ ഇറങ്ങും. കാരണം നമുക്ക് പോകുന്ന വഴിക്ക് ഇറങ്ങണമെങ്കിൽ ആ ഒരു സമയം നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സമയമൊക്കെ ബാലൻസ് ചെയ്ത് നമുക്ക് പോകണമല്ലോ. അത് കാരണം നമ്മൾ കുറച്ച് നേരത്തെ തന്നെ ഇറങ്ങി.
നമ്മൾ പോകുന്ന വഴിക്ക് ഇവിടെ ഒരു മുട്ടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങുന്നുണ്ട്. ഞങ്ങൾ നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു പാർക്കൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ ഓൾറെഡി പോയിട്ടുണ്ട്. അത് കാരണം ഈ പ്രാവശ്യം ഞങ്ങളിപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടുന്നും ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങുകയാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇവിടെ മുട്ടക്കുന്നെന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഇറങ്ങി. ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ സമയത്ത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോകുമായിരുന്നു. തിരിച്ചു പോകുന്ന സമയമായപ്പോഴത്തേക്കും നല്ല മഴക്കോളും ഒക്കെ വരുമായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് പോകണമായിരുന്നു. അപ്പം ആ മഴക്കോള് വരുന്ന സമയത്ത് ഒരുപാട് പേര് കയറി വരുന്നുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക്. അപ്പം ഞങ്ങൾ തിരിച്ച് കാറിൽ കയറിയതും മഴ പെയ്തതും ഒരേപോലായിരുന്നു. ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നീട് എങ്ങും ഇറങ്ങിയില്ല. കാരണം നല്ല മഴയായിരുന്നു. പിന്നെ ഫുൾ മഴയായിരുന്നു. നമ്മൾ ഇനി നമ്മുടെ ട്രിവാൻഡ്രത്തേക്ക് വരുന്നത് വരെയും ഏകദേശം നല്ല മഴയായിരുന്നു ഫുള്ള്. ഇതേ കണ്ടില്ലേ, അസാധ്യ മഴയായിരുന്നു. മഴയും അതിൻ്റെ കൂടെ മഞ്ഞും രണ്ടും കൂടെ ആയിരുന്നു. അപ്പോൾ നമ്മൾ പിന്നീട് അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം നല്ല മഴയായിരുന്നു കേട്ടോ. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി നെക്സ്റ്റ് ഡേയിൽ നമ്മൾ ന്യൂസിലൊക്കെ കണ്ടു കേരളത്തിലൊക്കെ ഫുൾ മഴയാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ. പിന്നീട് ആൾക്കാരെ കയറ്റി വിടുന്നില്ല എന്നൊക്കെ നമ്മൾ വാർത്തയിൽ കണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്തായാലും തിരിച്ച് എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നീട് മഴയൊക്കെ നല്ലപോലെ മൂർച്ഛിച്ച് നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത്. കാരണം നമുക്ക് മഴയൊക്കെ കുറേ കാണാൻ പറ്റി വരുന്ന വഴിയിൽ. പക്ഷെ നമ്മുടെ ട്രിവാൻഡ്രം ഒക്കെ കൊല്ലം ഒക്കെ എത്തുന്നവരെയും അത്യാവശ്യം നല്ല മഴയായിരുന്നു. പത്തനംതിട്ട ഇതൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഒരു ചെറിയൊരു ട്രിപ്പായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ട്രാവൽ വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.